എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത മോൻ, ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ്. അപ്പോൾ നമുക്ക് 2025 ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുഫലം എന്താണ് എന്ന് നോക്കാം അല്ലേ. നല്ലതാണോ, ചീത്തയാണോ, വിഷമാണോ, സങ്കടമാണോ എന്നൊക്കെ അറിയാനുള്ള വേദന അതുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനപരമായ അവസ്ഥകൾ തന്നെയാണ്. എങ്കിലും മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിഷമങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും. അത് പിന്നെ ജീവിതമല്ലേ, അതൊക്കെ അങ്ങനെ കയറിയും കുറഞ്ഞും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തൊന്നും വലിയ ടെൻഷൻ അടിക്കാനില്ല. വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ നല്ല സമയമാണ്. വിദ്യയിലൊക്കെ നല്ല രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. അലസത കൊണ്ടും മടി കൊണ്ടും ഒക്കെ ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വയ്ക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ വിദ്യയിൽ സീരിയസ് ആയിട്ട് അതിനെ നോക്കിക്കാണുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിജയം നേടുവാൻ സാധിക്കുന്ന വർഷമാണ്. മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ചെറിയ ആദികളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും പൊതുവിൽ നല്ല സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ജോലി കാര്യങ്ങളിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത്തിനൊരു പ്രോബ്ലം വരാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം കരുതലും സൂക്ഷ്മതയും ഒക്കെ ആവശ്യമാണ്. പരസ്പരമുള്ള വിട്ടുവീഴ്ച മനോഭാവവും പരസ്പരമുള്ള തുറന്നുള്ള സംസാര രീതി കൊണ്ടും പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ ഈ വർഷം സാധിക്കുന്നതാണ്. അതുപോലെ മാനസികമായിട്ട് പല സമയങ്ങളിലും നമ്മുടെ ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ മനസ്സ് കൈവിട്ടു പോകുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് അതിവിദഗ്ധമായിട്ട് തന്നെ മുന്നേറുവാൻ സാധിക്കുന്ന വർഷമാണ്. ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു വർഷം തന്നെയാണ് ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവിൽ വരുന്നത്. സന്താനങ്ങളിൽ നിന്ന് ചെറിയ വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു അനുസരണശീലക്കുറവൊക്കെ ചിലർക്ക് കണ്ടുവരാറുണ്ട്. അത് കുട്ടികളുടെയും കൂടെ നക്ഷത്രമൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. അല്ല എല്ലാ ചിത്തിര നക്ഷത്രക്കാർക്കും അങ്ങനെയുണ്ട് എന്നൊന്നും അല്ല. കുറച്ച് പേർക്കെങ്കിലും അതിൻ്റേതായ പ്രോബ്ലങ്ങളെയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ രോഗാവസ്ഥ കൊണ്ടുള്ള ധനവ്യയം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിക്കുന്നതായ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെ രോഗാവസ്ഥ കൊണ്ട് ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ മാനസികമായ പീഡകൾ, വിഷമങ്ങളൊക്കെ നമുക്ക് അലട്ടലാക്കി ഉണ്ടാക്കി തരാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ നമ്മൾ കൃത്യമായ നിഷ്ഠയോടെയുള്ള ഈശ്വര ഭജനം നമുക്ക് വളരെയധികം ഗുണകരമായ അവസ്ഥയിൽ കൂടി നമ്മളെ കടത്തിവിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, മുരുക ഭഗവാന് നമ്മൾ പാലഭിഷേകമൊക്കെ നടത്തുന്നത് കുറേ നമ്മുടെ ഒരു സംയമനമായ മനസ്ഥിതിക്കൊക്കെ നല്ലതായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ പൊതുവിൽ ദുഃഖപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക. അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മൈൻഡ് ചേഞ്ച് വരുത്തുക ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലേക്കൊക്കെ മാറുന്നത് നല്ലതായിരിക്കും. പൊതുവിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിയിൽ നല്ല പുരോഗതിയുള്ള സമയം തന്നെയാണ്. മാനസികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല സമയം തന്നെയാണ് കേട്ടോ. ചിത്തിര നക്ഷത്രക്കാർക്കും അലസതയൊക്കെ ഒന്ന് മാറ്റി, മടിയൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഊർജിതമായിട്ട് എല്ലാ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിയാൽ മതി. ബിസിനസ്സുകാർക്ക് പൊതുവിൽ ബിസിനസ്സിൽ അനുകൂലമായ സമയം തന്നെയാണ്. എങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മനസ്സിന് വല്ലാതെ അലട്ടിലും ഇങ്ങനെ ഒരു വിഷമമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. എങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ജോലിക്ക് വേണ്ടി നമ്മളൊരു വാതിൽ മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും. ഒന്നും കൊണ്ട് തന്നെ നമ്മൾ നിരാശപ്പെട്ട് ഇനി ജോലിയൊന്നും കിട്ടില്ല, ജീവിതത്തിൽ പുരോഗതിയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു നിരാശാഭാവമൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത്, വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നടക്കുന്ന വർഷമാണ്. അതായത് നമ്മുടെ ശ്രമം അതൊരിക്കലും പാഴാവില്ല. അത് ഏതൊരു കാര്യത്തിനായാലും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിജയം നേടുക തന്നെ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ അത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരത് വെറുതെ ഇരുന്നാലും ഒരുപക്ഷെ അവർക്ക് കിട്ടുന്നതാവും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അതൊന്ന് ശ്രമിക്കുക എന്ന് പറയുവാൻ കാരണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വേണ്ടപ്പെട്ടവരുമൊക്കെ ആയിട്ട് എപ്പോഴും അടുത്ത് ഇടപെടുന്നതിനും പെരുമാറുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായി വരും. സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യക്കുറവൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ അവരെ ഒന്ന് ഉപദേശിക്കുന്നതായിരിക്കും നന്നാക്കാൻ വേണ്ടിയിട്ട്.
അത് അവർക്കൊരു പക്ഷേ ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നത് ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഉപദേശഭാവം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അവർക്കത് കുറച്ചും കൂടി ഗുണം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കമൊക്കെ നിലനിൽക്കുന്നവർക്ക് അതൊന്ന് രൂക്ഷമാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ കഴിവതും അത് ഈ വർഷം അതിനു വേണ്ടി വലിയ ഇൻട്രസ്റ്റ് എടുക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധിപരമായ നീക്കമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, മനസ്സിന് ഒരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ വിജയിക്കും, നേടും എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നതും ഉത്തമം തന്നെയാണ്. പിന്നെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ നടക്കുന്ന വർഷമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ, വയറു സംബന്ധമായിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ വളരെയധികം ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തും എടുത്ത് ചാടി മറുപടി പറയുന്നൊരു ശീലം നമുക്കുണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ശത്രുക്കളെ നേടിത്തരാൻ കാരണമാക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് ഒന്ന് ആലോചിച്ച് മാത്രം മറുപടി പറയുക. അതല്ല എങ്കിൽ മറുപടി അധികം പറയാതിരിക്കുക. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മളൊരു മറുപടി പറഞ്ഞില്ലേലും അത് പ്രശ്നമാവും, അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തും ആലോചിച്ച് മാത്രമേ മറുപടി പറയാവുള്ളൂ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്കതൊരു വിഷമത്തിനുള്ള ഇടയാക്കും കേട്ടോ. പിന്നെയുള്ളതെന്ന് പറയുന്നത്, നമ്മൾ ദുർജനങ്ങളിൽ നിന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മുടെ സഹവാസവും കൂട്ടുമൊക്കെ കുറച്ച് ദുശീലങ്ങളൊക്കെ ഉള്ള ആൾക്കാരുമായിട്ടാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിന് അഡിക്റ്റായി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ അങ്ങനെ വിചാരിക്കും എന്താണ്, അതായത് മദ്യപാനം, പുകവലി അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ മറ്റ് ദുശീലങ്ങളൊക്കെയുള്ള ആൾക്കാരുമായിട്ടൊരു സഹവാസമുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളും അതിലേക്ക് ചായാനും അതിലേക്ക് ഇറങ്ങാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളില്ല എന്ന് തന്നെ കണക്കാക്കി നമ്മൾ മുൻവിധിയോട് കൂടി തന്നെ മാറി നിൽക്കുക കേട്ടോ. പിന്നെ മാനസികമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോൾ മനസ്സിൻ്റെ ബലം കളയാതിരിക്കാൻ വേണ്ടി യോഗ, മെഡിറ്റേഷൻ, ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ദാനം ആപത്തുകളെ എപ്പോഴും തടയുന്ന ഒരു കാര്യമാണ്. ഉചിതമായ രീതിയിൽ അർഹതപ്പെട്ടവർക്കുള്ള ദാനം നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുന്നൊരവസ്ഥയാണ് കേട്ടോ. എന്നും കരുതി നമ്മൾ കുടുംബത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ ദാനം ചെയ്തു എന്നും പറയുന്നതല്ല. ഒരു നേരത്തെ വിശപ്പിന് വകയില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തുള്ളവർക്കല്ല പുറത്തുള്ളവർക്ക് ചെയ്യുന്നതല്ലേ ദാനം. അപ്പോൾ അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ട രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്താലും അതും നമ്മൾക്ക് സാധിക്കുന്നതെന്തോ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ അവരിന്നത് ചോദിച്ചു എന്ന് വിചാരിച്ച് അതല്ല ചെയ്യേണ്ടത്. നമ്മൾക്ക് സാധിക്കുന്നത്, നമ്മൾക്ക് പറ്റുന്നത് വാങ്ങിക്കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്കത് മാറ്റമുണ്ടാവും. ഏറ്റവും നല്ല ദാനം എന്ന് പറയുന്നത് അന്നദാനവും വസ്ത്രദാനവും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മുടെ ദുരിത സമയങ്ങളെ മാറ്റി നമുക്ക് നല്ല സമയങ്ങൾ തരുന്നതിനും സാധ്യതയുള്ള ഒരു ഇതാണ് കേട്ടോ. അതുപോലെ പിന്നെ നമ്മൾക്കുള്ളത് നമ്മുടെ വാക്സാമർഥ്യം ഒരു പരിധി വരെയും ഒന്ന് നിയന്ത്രിക്കുക. പക്ഷേ ഈ വാക്സാമർഥ്യം കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ഈ വർഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ജോലി സംബന്ധമായിട്ടും പുരോഗതിയിലേക്കൊക്കെ പോവാൻ ഈ വാക്ചാതുര്യം തന്നെ നമ്മൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വളരെ നന്മകളും വളരെയധികം സന്തോഷവും വളരെയധികം സുഖസമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷം എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.